എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ദൈവനാമത്തിൽ സമാധാനം. ഞാൻ നിങ്ങളുടെ പ്രിയ സഹോദരൻ അജിത്. ഉണരൂ ക്രിസ്ത്യാനികളെ ഉണരൂ എന്ന യൂട്യൂബ് ചാനലിലേക്കും ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്കെന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്കും എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാനിന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന വീഡിയോ സഭയുടെ ലോകം സുഭാഷ് കുമാറിനെ പഞ്ഞിക്കിട്ട ജെറുസലേം റീന അലക്സിൻ്റെ അമ്മ. ഈ വീഡിയോയുടെ ടൈറ്റിൽ കേൾക്കുമ്പോൾ ഈ വീഡിയോ കാണാൻ പോകുന്ന പല വ്യക്തികൾക്കും ഏതുതരം വീഡിയോ ആയിരിക്കും എന്നുള്ളൊരു സംശയം ഉണ്ടാകും. ഈ അടുത്ത കാലത്ത് സഭയുടെ ലോകം സുഭാഷ് കുമാർ മണിയന് കൊല്ലം ജില്ലയിലെ കരവാളൂരിൽ ഒരു കൺവെൻഷൻ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ മർദ്ദനമേറ്റതായി അദ്ദേഹത്തിൻ്റെ ചാനലിൽ കൂടി അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. ഇത് അതുമായി ബന്ധപ്പെട്ട വല്ല മർദ്ദനവുമാണോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അതല്ല. ഇവിടെ ശാരീരികമായ മർദ്ദനം അല്ല, ആത്മീയമായ ഒരു മർദ്ദനത്തെ പറ്റിയാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. സുഭാഷ് കുമാർ മണിയൻ മുമ്പ് പെന്തക്കോസ്ത് പാസ്റ്ററും ചില വ്യക്തിപരമായ കാരണങ്ങളാൽ അദ്ദേഹത്തിന് സഭാ ചാർജ് നഷ്ടപ്പെടുകയും പിന്നെ ഉപജീവന മാർഗത്തിനായി ടാക്സി കാർ ഓടിച്ച് ഉപജീവിക്കുകയും ഒപ്പം പെന്തക്കോസ്തിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിൽ സജീവമാവുകയും സോഷ്യൽ മീഡിയ വഴി പല അബദ്ധത്തിലും ചാടിയ വ്യക്തികളെ വീഡിയോ കൊണ്ട് രക്ഷിക്കുവാനും ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് സുഭാഷ് കുമാർ മണിയൻ. അതെന്തുമായിക്കോട്ടെ, നമ്മൾ ആ വിഷയം അതല്ല. വിഷയം എന്നുള്ളത് ഈ സുഭാഷ് കുമാർ മണിയൻ്റെ സഭയുടെ ലോകം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചാനലിലും ഫേസ്ബുക്കിലും ജെറുസലേം റീന അലക്സിൻ്റെ അമ്മയുമായുള്ള ഒരു ഫോൺ സന്ദേശം റെക്കോർഡ് ചെയ്ത് 3 ഭാഗങ്ങളായി അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടതിൻ്റെ പേരിൽ അതിനെക്കുറിച്ചൊരു ചില അഭിപ്രായമാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ കൂടി സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചാനൽ കാണുന്നവർക്ക് അറിയാം, അദ്ദേഹം പലരെയും ഫോണിൽ വിളിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് അത് യൂട്യൂബ് വീഡിയോ ആക്കി മാറ്റുന്ന ഒരു തരംതാഴ്ന്ന പ്രവൃത്തിയുള്ള ഒരു വ്യക്തിയാണ് സുഭാഷ് കുമാർ മണിയൻ. മുമ്പ് എനിക്ക് ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്കെന്നൊരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു. അന്ന് സ്ഥിരം അദ്ദേഹം കമൻറ്റ് വഴി എന്നെ ബന്ധപ്പെടും, എൻ്റെ ഫോൺ നമ്പർ തരുമെന്ന്. ഞാൻ കൊടുത്തിട്ടില്ല. കൊടുത്താൽ എനിക്കറിയാം ഇയാളുടെ സ്വഭാവം എന്താണെന്ന് എനിക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് ഞാൻ ഫോൺ നമ്പറൊന്നും കൊടുത്തില്ല. ഇത് അതുപോലുള്ള ഒരു ഫോൺ റെക്കോർഡിംഗ് ആണ് റീന അലക്സിൻ്റെ അമ്മ എന്ന പേരിൽ ഇദ്ദേഹം ഇറക്കിയിരിക്കുന്നത്. ജെറുസലേം റീന അലക്സിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. അവരുടെ തുടക്കത്തിൽ ഏകദേശം ഒരു 2-3 വർഷം മുമ്പ് വളരെ അവർ ശക്തമായി പ്രതികരിച്ചിരുന്നത് പെന്തക്കോസ്ത് പാസ്റ്റർമാരെയും അവരുടെ ദശാംശത്തെ പറ്റിയുള്ള വീഡിയോകളെയുമാണ് അവർ പറഞ്ഞിരുന്നത്. അന്ന് ആ സമയത്ത് എന്തോ ആണ് ഈ ഫോൺ റെക്കോർഡിംഗ് ഇദ്ദേഹം ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. റീന അലക്സിൻ്റെ അമ്മയോട് പറയുന്ന കാര്യങ്ങളെല്ലാം കോവിഡ് സമയത്ത് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും പെന്തക്കോസ്ത് പാസ്റ്റർമാർക്കെതിരെ ദശാംശത്തെ പറ്റി പറഞ്ഞതിനെ പറ്റിയുമാണ് ഈ സുഭാഷ് കുമാർ മണിയനും റീന അലക്സിൻ്റെ അമ്മയും സംസാരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും 100% ഉറപ്പിക്കാം, ഇത് 2, 3 അല്ലെങ്കിൽ 4 വർഷം മുമ്പോ എടുത്ത ഒരു ഫോൺ റെക്കോർഡിംഗ് ആവാനാണ് സാധ്യത. കാരണം അന്ന് അത് സുഭാഷ് കുമാർ മണിയൻ അത് ടെലികാസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ അത് പെന്തക്കോസ്തുകാർക്കുള്ള അടി തന്നെ ആവുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അത് റെക്കോർഡ് ചെയ്ത് മാറ്റിവെച്ചിരുന്നു. ഈ സമീപകാലത്ത് എന്തോ അദ്ദേഹത്തിന് ഒരു മാനസാന്തരം തോന്നി, അത് ടെലികാസ്റ്റ് ചെയ്യാൻ തോന്നി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എന്തുമായിക്കോട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. ആദ്യം സുഭാഷ് കുമാർ മണിയൻ റീന അലക്സിൻ്റെ അമ്മയോട് ചോദിക്കുന്നത്, നിങ്ങളുടെ മകൾ എന്തിനാണ് പെന്തക്കോസ്ത് പാസ്റ്റർമാരെ ഇത്രയധികം അധിക്ഷേപിക്കുന്നത്, അപമാനിക്കുന്നത്, പരിഹസിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അതിനുള്ള ഉത്തരം ആ അമ്മ കൊടുത്തത് ഒറ്റ ഉത്തരമാണ്, നിങ്ങളും കക്കുന്ന പാസ്റ്ററാണോ എന്നാണ്. അതിന് സുഭാഷ് കുമാർ മണിയന് ഒരു മറുപടിയുമില്ല, മിണ്ടാതെ നിൽക്കുകയാണ്. നിങ്ങൾ പാസ്റ്റർമാർ കള്ളം പറഞ്ഞ്, അതായത് ദുരുപദേശം പറഞ്ഞ് നിങ്ങൾ ഓരോ കുടുംബത്തിൻ്റെയും വരുമാനത്തെ ഇല്ലാതാക്കുന്നു എന്നാണ് അമ്മ രണ്ടാമത് പറയുന്നത്. 40 വർഷമായി പെന്തക്കോസ്ത് സഭയിൽ നിൽക്കുന്നു. ഈ 40 വർഷവും പെന്തക്കോസ്ത് പാസ്റ്റർമാർക്ക് ദശാംശമായും സ്വോത്രക്കാഴ്ചയായും
ആഹാരമായും മറ്റുള്ള പിരിവുകളുമായി കൊടുത്ത് മുടിഞ്ഞ് നശിച്ചവരാണ് ഞങ്ങൾ. ആ തലമുറയിൽ നിന്ന് കടന്നു വന്നവരാണ് ഞങ്ങളെന്നാണ് റീന അലക്സിന്റെ അമ്മ ആദ്യം പറഞ്ഞത്. അതിനുള്ള കാരണം പറയുന്നത്, അതിന് അമ്മ പറയുന്ന ഒരു നാടൻ ഭാഷ എന്ന് പറഞ്ഞാൽ, പാവപ്പെട്ട വിശ്വാസികൾ വളരെ കഠിന പ്രയത്നം ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കി കൊണ്ടുവരുന്ന പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങി അത് കഞ്ഞിയാക്കി കുടിക്കുന്ന സമയത്ത് ഈ പാസ്റ്റർമാർ വന്ന് അവരെ അണ്ണാക്കിൽ കൈയിട്ട് അവരെ ഛർദ്ദിപ്പിച്ചിട്ട് ആ ഛർദ്ദിലിനെ തിന്നുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് ആ അമ്മ പെന്തക്കോസ്റ്റ് പാസ്റ്റർമാരെ വിശേഷിപ്പിക്കുന്നത്. അതിൽ എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. ആ അമ്മ പറഞ്ഞ 100%, 101% ശരി തന്നെ എന്നാണ് എൻ്റെയും അഭിപ്രായം. പിന്നെ അമ്മ രണ്ടാമത് പറയണത്, ഈ പാവപ്പെട്ട വിശ്വാസികളെ പിടിച്ചു പറിക്കാതെ അവൻ്റെ ഇല്ലായ്മ അറിഞ്ഞ് അവനെ സഹായിക്കുവാൻ ഒരു പാസ്റ്റർമാരും ശ്രമിക്കുന്നില്ല എന്നാണ് ആ അമ്മ പറയുന്നത്. കോവിഡ് സമയത്ത് ആ കാലത്ത് പാവപ്പെട്ടൻ്റെ വീട്ടിൽ ജോലിക്ക് പോകാൻ കഴിയാതെ അവൻ വീട്ടിൽ കുടുംബത്തോടൊപ്പം പട്ടിണി കിടന്നപ്പോൾ അവൻ്റെ വീട്ടിൽ ആഹാരമുണ്ടോ എന്ന് ചെന്ന് അന്വേഷിക്കാൻ കഴിയാതെ ഒന്ന് വിളിച്ചു ചോദിക്കാൻ പോലും കഴിവില്ലാത്തവരാണ് പെന്തക്കോസ്റ്റ് പാസ്റ്റർമാർ എന്നാണ് ഈ അമ്മ കുറ്റം പറയുന്നത്. പാവപ്പെട്ടവൻ്റെ കോവിഡ് കാലത്ത് പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടോ, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ കഴിക്കാൻ ആഹാരമുണ്ടോ എന്ന് ചോദിക്കാൻ കഴിവില്ലാത്ത പെന്തക്കോസ്റ്റ് പാസ്റ്റർമാർ എന്തിനാണ് പാവപ്പെട്ടവൻ്റെ അധ്വാനിക്കുന്നവൻ്റെ പണം ദശാംശമായി പിടിച്ചു പറിക്കുന്നത് എന്നാണ് ഈ അമ്മയുടെ രണ്ടാമത്തെ ചോദ്യം. ഈ രണ്ട് സുഭാഷ് കുമാർ മണിയന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടുള്ള മറു ചോദ്യത്തിൽ സുഭാഷ് കുമാർ മണിയന് മറുപടി ഇല്ല. സഭയിലെ ശുശ്രൂഷ ചെയ്യുന്ന ദേവദാസന്മാർ സഭയിലെ ദശാംശവും സഭയിലെ സ്വോത്രക്കാഴ്ചയും വാങ്ങാനും അത് പഠിപ്പിക്കുവാനുമുള്ള അധികാരം അല്ലെങ്കിൽ വചനം വേദപുസ്തകത്തിൽ ഉണ്ട് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അത് ഞങ്ങൾ ഇതുവരെ പറഞ്ഞു, ഇനി എന്നും പറയും. റീന അലക്സ് എന്ത് പറഞ്ഞാലും ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാണ് സുഭാഷ് കുമാർ മണിയൻ റീന അലക്സിന്റെ അമ്മയോട് പറയുന്നത്, വീരട്ടുന്നത്. എനിക്ക് ഈ ഒരു ചോദ്യത്തിന് അമ്മ മറുപടി പറഞ്ഞു എങ്കിൽ എനിക്കൊരു ചോദ്യം സുഭാഷ് കുമാർ മണിയനോട് ചോദിക്കാനുണ്ട്. ഈ സ്തോത്രക്കാഴ്ച എന്നൊരു കാഴ്ച അല്ലെങ്കിൽ സൂത്രക്കാഴ്ച എന്ന് ഞാൻ നാടൻ പേരിൽ വിളിക്കുന്നു. ഈ സൂത്രക്കാഴ്ച വാങ്ങുവാൻ വേദപുസ്തകത്തിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എവിടെയെങ്കിലും ഉണ്ടോ? സ്തോത്രക്കാഴ്ചയുണ്ടോ, സൂത്രക്കാഴ്ചയുണ്ടോ? രണ്ട് കാഴ്ചയുമില്ല. ദശാംശം വാങ്ങുവാൻ പാസ്റ്റർമാർക്ക് അധികാരമുണ്ടോ? പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു സഭയുടെ പുതിയ നിയമസഭയുടെ സഭയിലെ വിശ്വാസികളെ നയിക്കുന്ന അധ്യക്ഷൻ അല്ലെങ്കിൽ മൂപ്പൻ അല്ലെങ്കിൽ ഇടയൻ. ഈ പറയുന്ന വ്യക്തിക്ക് ദശാംശം വാങ്ങുവാനുള്ള അധികാരമുണ്ടോ? ദശാംശം ആർക്കാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്? ന്യായപ്രമാണ കൽപ്പനയിൽ ദശാംശം 4 പേർക്കുള്ള ഓഹരിയാണ്. ഒന്നാമത്തെ അവകാശം വിധവമാർ, രണ്ടാമത്തെ അവകാശം അനാഥർ, മൂന്നാമത്തെ അവകാശം പരദേശികൾ. ഇനി നാലാമത് അവസാനമായി പറയുന്നത് സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ലേവി പുരോഹിതർക്ക്. അവർക്ക് 1% മാത്രമേ ഈ ദശാംശത്തിന്റെ ഓഹരിയുള്ളൂ. ബാക്കി 9% അനാഥരും വിധവകളും പരദേശികൾക്കുമുള്ളതാണ്. ഈ സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ലേവി പുരോഹിതർക്കുള്ള ദശാംശത്തെ ഉദർചാർപ്പണം എന്നാണ് പറയുന്നത്. അത് ലേവി പുരോഹിതർക്കാണ്. സമാഗമന കൂടാരം വർഷം മുമ്പേ, ക്രിസ്തു വരുന്ന മുമ്പേ ആ ശുശ്രൂഷ ഇല്ലാതായി. ആ ശുശ്രൂഷ ഇല്ലാതായെങ്കിൽ ആ ലേവി പുരോഹിതർക്കുള്ള ദശാംശവും ഒഴിവായി. ബാക്കി 10% അനാഥർക്കും വിധവകൾക്കും പരദേശികൾക്കും മാത്രമുള്ളതാണ്. അത് തന്നെയാണ് യേശു ക്രിസ്തുവും പഠിപ്പിച്ചത്. യേശു ക്രിസ്തു തന്റെ ഉപമയാൽ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൽ അവിടെ പറയും, നിങ്ങളിൽ ചെറിയവനൊരുത്തിന് ചെയ്തു കൊടുക്കുന്നതാണ് എനിക്ക് ചെയ്തു തരുന്നത് എന്ന് അവിടെ രാജാവ് തന്റെ ജനത്തോട് ന്യായവിധി ദിവസത്തിൽ ചെമ്മരിയാടുകളായും കോലാടുകളായും വേർതിരിച്ച് അവർക്ക് നിത്യനരകവും നിത്യസ്വർഗവും വാഗ്ദാനം ചെയ്യുന്ന ആ ന്യായവിധി സമയത്ത് കർത്താവ് പറയുന്നതാണ്, നിങ്ങൾ എനിക്ക് തരുന്നത് ഒരു ചെറിയവന് ചെയ്തു കൊടുക്കുന്നതാണ് എനിക്ക് തന്നത് എന്നാണ് അവിടെ പറയുന്നത്. അവിടെ ദശാംശം എന്നുള്ളത് വിധവകൾക്കും പരദേശികൾക്കും അനാഥർക്ക് മാത്രമാണ്. അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. പുതിയ നിയമസഭയിലെ ഇടയന്മാർക്ക് ദശാംശമുണ്ടോ എന്ന് പുതിയ നിയമത്തിൽ ഒരിടത്തുമില്ല.
അവിടെ പറയുന്നത് സുവിശേഷം എന്നുള്ളത് നിങ്ങൾക്ക് സൗജന്യമായി കിട്ടി, നിങ്ങളത് സൗജന്യമായി ലോകത്തിന് കൊടുക്കൂ എന്നാണ്. അതിന് നിങ്ങൾ ദശാംശം വാങ്ങണമെന്നോ സൂത്രക്കാഴ്ച വാങ്ങണമെന്നോ ഉടമ്പടി, പുതിയ നിയമത്തിൽ ഉടമ്പടി ഇല്ല, കൽപ്പനയില്ല, പ്രമാണമില്ല, ചട്ടമില്ല. അത് മാത്രമല്ല, ആടുകളുടെ ഇടയൻ ആടുകളുടെ പാല് കൊണ്ട് ഉപജീവിക്കണം എന്നുള്ള കൽപ്പന ഉണ്ടെങ്കിലും അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ മറ്റുള്ളവർ പറയുന്നത് ഇത് തന്നെയാണ്: ഞങ്ങൾ അധ്വാനിച്ച് കഴിക്കുന്നു, അന്തസ്സോര കഴിക്കുന്നു. ആരുടെയും ദശാംശം വാങ്ങുവാനോ അല്ലെങ്കിൽ ആടുകളുടെ പാലുകൾ കറക്കാനോ ആ കറന്ന പാലുകളെ തട്ടിയെടുക്കുവാനോ ഞങ്ങൾ ശ്രമിച്ചില്ല. ഞങ്ങൾ അധ്വാനിച്ച് ജീവിച്ച് ആ പണമെടുത്ത് ഞങ്ങൾ ദൈവവേലയ്ക്കായി ഉപയോഗിക്കുന്നു. ഞങ്ങൾക്ക് ഉണ്ണാനും ഉടുക്കാനും മാത്രം മതി എന്ന യേശുക്രിസ്തുവിൻ്റെ കൽപ്പന മാത്രമേ അനുസരിക്കുന്നുള്ളൂ. ഉണ്ണാനും ഉടുപ്പാനും ഉറങ്ങാൻ എന്നുള്ള ഒരു വാചനം തിരുവെഴുത്തിലില്ല. എങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി താമസിക്കുവാനുള്ളൊരു ഭവനം വേണം. ലേവി പുരോഹിതന്മാർ എങ്ങനെയായിരുന്നു? അവർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരായിരുന്നു. അവർ ദേവാലയ ചുറ്റും, അവരുടെ ലോകം ദേവാലയമായിരുന്നു. ആ സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷകളും മറ്റുമായി ജീവിച്ചവരും മാത്രം, അവർക്ക് പുറം ലോകവുമായി ബന്ധമില്ല. അപ്പോൾ പെന്തക്കോസ്ത് പാസ്റ്റർമാർ ദശാംശം വാങ്ങുന്നവരും അതുപോലെ ആവണം എന്നാണ് എൻ്റെയും അഭിപ്രായം. ഈ അമ്മ ഇതിനുള്ള മറുപടി കൊടുത്തത്, അതൊക്കെ പണ്ട് കർത്താവ് അവരോട് പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാൽ ഇപ്പോൾ ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ എല്ലാ ആലയ ശുശ്രൂഷകർക്കും നല്ല ആരോഗ്യം ദൈവകർത്താവ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, നല്ല തൊഴിൽ സാധ്യതകളും ഇന്ന് കേരളത്തിലുണ്ട്. ഇന്ന് കേരളത്തിലെ തൊഴിൽ സാധ്യതകളെല്ലാം ബംഗാളികളും ആസാമികളും, എന്തിന് നേപ്പാളിലുള്ളവർ പോലും ഇവിടെ ഇന്ത്യയിൽ കയറി ഈ ഇന്നത്തെ ഇവിടുത്തെ സാധാരണക്കാരുടെ കൂലിപ്പണികളെ കയ്യേറുകയാണ്. അപ്പോൾ അതുപോലും ഇപ്പോൾ പെന്തക്കോസ്ത് പാസ്റ്റർമാർ വിചാരിച്ചാൽ അതൊരു തടയണമാവും. ജോലിക്ക് പോയി തുടങ്ങിയാൽ അത് അവർ ജീവിക്കും പോലെ, അധ്വാനിക്കും പോലെ, അല്ലെങ്കിൽ ബംഗാളിൽ ജീവിക്കും പോലെ, ആസാമികൾ ജീവിക്കും പോലെ, അല്ലെങ്കിൽ നേപ്പാളികൾ അധ്വാനിക്കും പോലെ പാസ്റ്റർമാരും അധ്വാനിച്ചാൽ നല്ല കാശ് കിട്ടും. എത്ര പോയാലും, ഇപ്പോൾ ഒരു കൂലിപ്പണിക്ക് പോയാലും, എന്തെങ്കിലും ഭാരം ചുമക്കാൻ പോയാലും, പണിയൊന്നും അറിയണ്ട, ഭാരം ചുമക്കാൻ പോയാലും രാവിലെ 8 മുതൽ വൈകുന്നേരം 5 മണി വരെ ജോലി ചെയ്താലും 1000 രൂപ കാശ് കിട്ടും. അതുകൊണ്ട് ജീവിക്കുക. എന്തിനാണ് റെയ്ന അലക്സിൻ്റെ അമ്മ പറയും പോലെ അധ്വാനിക്കുന്നതിൻ്റെ വായ്ക്കകത്ത്, കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ വായ്ക്കകത്ത് വിരലിട്ട് അതിനെ ഛർദ്ദിപ്പിച്ച് ആ ഛർദ്ദലിനെ വരെ തിന്നാൻ പോകുന്നത്? നാണമില്ലേ പെന്തക്കോസ്ത് പാസ്റ്റർമാരെ? അമ്മ പറയണം, അധ്വാനിക്കാൻ കഴിവില്ലാത്തവൻ അത് ഭക്ഷണം കഴിക്കുവാനുള്ള യോഗ്യത ഇല്ല എന്ന് ഒരു വചനമുണ്ട് എന്നാണ് ആ അമ്മ പറയുന്നത്. അപ്പോൾ ഈ സുഭാഷ് കുമാർ മണിയൻ പറയാണ്, അത് പൊതുവായിട്ടുള്ള കാര്യമാണ്, അത് പാസ്റ്റർമാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അത് പെന്തക്കോസ്ത് പാസ്റ്റർമാർക്കുള്ള ഉപദേശമല്ല, അത് സാധാരണ വിശ്വാസികളായ പൊതുവായിട്ടുള്ള ആൾക്കാർക്കുള്ള ഉപദേശമാണ് ജോലി ചെയ്ത് ജീവിക്കണം എന്നുള്ളത്. അപ്പോൾ പൊതുവായിട്ടുള്ള ആൾക്കാർ ജോലി ജീവിക്കുകയും പാസ്റ്റർമാർ ജോലി ചെയ്യാതെ അവരെ ഉണ്ടായിക്കൊണ്ടിരുന്ന കഞ്ഞിയിൽ കുടിക്കുമ്പോൾ അവർ വായിക്കകത്ത് വിരലിട്ട് ഛർദ്ദിച്ച് തിന്നണം എന്നാണ് സുഭാഷ് കുമാർ മണിയൻ്റെയും വാദം. അപ്പോൾ അമ്മ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ അധ്വാനിക്കുന്നവൻ അധ്വാനത്തിൻ്റെ ഓഹരി ആലയത്തിൽ കൊണ്ട് കൊടുക്കുന്നതും അത് പൊതുവായിട്ടുള്ള കാര്യമാണ്. അത് ആലയത്തിലുള്ളവർ അത് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അത് കൊടുത്താൽ മതി എന്നാണ് ആ അമ്മ. അതും തീർത്തും ശരിയാണ്. വചനം പഠിപ്പിക്കുന്നവന് വചനം പ്രമാണിക്കാൻ താല്പര്യമില്ല എങ്കിൽ വചനം പഠിക്കുന്നവൻ അത് പ്രമാണിക്കുന്നതിന് എന്ത് വാല്യൂ ആണ്? ഒരു സഭയുടെ ഇടയൻ എന്നുള്ളത് വചനം പഠിപ്പിക്കുന്നു, വചനം ശരിയായ വേണം, ദുരുപദേശം ഇല്ലാതെ വചനം സത്യസന്ധമായി നേരായ വഴിയിൽ പഠിപ്പിക്കുന്നവനാണ് ഒരു ഇടയൻ. ആ ഇടയൻ ദുരുപദേശം പറഞ്ഞ് അന്യൻ്റെ മുതൽ മോഷ്ടിച്ച് അധ്വാനിക്കാതെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു ഇടയനെ ഒരു വിശ്വാസിയും ദശാംശം കൊടുക്കേണ്ട ആവശ്യമില്ല. അവൻ ദൈവകൽപ്പന അനുസരിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഒരു വിശ്വാസിയും ദൈവകൽപ്പന അനുസരിച്ചാൽ മതി എന്നാണ് ആ അമ്മ പറയുന്നതെങ്കിലും ആ അഭിപ്രായത്തെ ഞാൻ പൂർണ്ണമായും മാനിക്കുന്നു. ഈ അന്യായമായി കയ്യേറുന്ന ഈ ദശാംശ പണം നിങ്ങൾക്ക് പെന്തക്കോസ്ത് പാസ്റ്റർമാർ ന്യായവിധി സമയത്ത് നരകത്തിൽ കൊണ്ട് തീ ഇട്ട് കൂട്ടാനാണോ എന്നാണ് അമ്മ ചോദിക്കുന്നത്. നരകത്തിൽ തീ കൂട്ടേണ്ട ആവശ്യമില്ല, നരകത്തിൽ തീ തന്നെയാണ്, അവിടെ കൊണ്ട് തീ കൂട്ടേണ്ട ആവശ്യമില്ല. എങ്കിലും പറഞ്ഞ കാര്യത്തിൽ ഒരു ന്യായമായ ഒരു സന്ദേശമുണ്ട്. അതിനും
സുഭാഷ് കുമാർ മണിയൻ ഒരൊറ്റ മറുപടി പോലും ഇല്ല എന്നാണ് ആ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ സുഭാഷ് കുമാർ മണിയൻ വേറൊരു നമ്പർ ഇടുകയാണ്. ദശാംശം എന്നുള്ളത് ന്യായപ്രമാണത്തിലുള്ള കൽപ്പനയല്ല, ദശാംശം എന്നുള്ളത് അഹരോന്റെ ന്യായപ്രമാണം അല്ല എന്നാണ് സുഭാഷ് കുമാർ മണിയൻ പറയുന്നത്. സുഭാഷ് കുമാർ മണിയൻ ഏറ്റവും വലിയ വിവരക്കേടാണത്. ന്യായപ്രമാണം ദൈവത്തിൻ്റെ പ്രമാണമാണ്. ആ പ്രമാണം ദൈവം തൻ്റെ ദൂതൻ മുഖാന്തരം മോശയ്ക്ക് കൊടുത്തു എന്നാണ് തിരുവെടുത്ത് പറയുന്നത്. അവിടെ അഹരോന് ഒരു കാര്യവുമില്ല. അഹരോൻ ഒരു ശുശ്രൂഷകൻ മാത്രമാണ്. ആ വചനം കൊടുത്തത് ദൈവമാണ്, ആ വചനം അറിയിച്ചത് മോശയാണ്, ആ മോശയെ അറിയിച്ചത് ദൂതൻ മുഖാന്തരമാണ്. ഈ ദശാംശം എന്നുള്ളത് ന്യായപ്രമാണ കൽപ്പനയല്ല, അബ്രഹാമിൻ്റെ കാലത്തേ ഉള്ള ഒരു പ്രമാണമാണ് ദശാംശം. ദശാംശം അബ്രഹാം മൽക്കീസേദക്ക്, അന്നത്തെ ശലോം രാജാവായ മൽക്കീസേദക്കിന് കൊടുത്തു. ആ കാലത്തേ ഉള്ള ഒരു ഉടമ്പടിയാണ് ദശാംശം. അതുകൊണ്ട് അമ്മ ഈ ലേവ്യ പുരോഹിതന്മാരുടെ പേരും പറഞ്ഞ് ഞങ്ങളെ വിരട്ടണ്ട എന്നാണ് മണിയൻ ആ അമ്മയോട് പറയുന്നത്. സുഭാഷ് കുമാർ മണിയൻ്റെ ആ ചോദ്യത്തിനുള്ള ആ അമ്മ പറയുന്ന മറുപടി എന്നുള്ളത് സുഭാഷ് കുമാർ മണിയൻ കണ്ടം വഴി ഓടി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറേ സമയത്തേക്ക് നിശ്ചലമായിരുന്നു ഫോൺ. ആ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്: മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരം ആണ് നിങ്ങൾക്ക് ദശാംശം തരണമെങ്കിൽ മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരം ഉള്ള പുരോഹിതർ ചെയ്ത ആ തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുള്ള കൽപ്പനകളെല്ലാം ഈ പുതിയ നിയമ പുരോഹിതർ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതിന് സുഭാഷ് കുമാർ മണിയൻ ഒരു ഉത്തരവുമില്ല, മൗനമായി നിന്നു. ഒറ്റ മറുപടി പറയാൻ ഒക്കില്ല. ആ രീതിയിലാണ് ആ അമ്മ സംസാരിച്ചത്. നിങ്ങൾ മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരമാണ് ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരം ദശാംശം തരാൻ ഞങ്ങൾ സന്തോഷവാനാണ് എന്നാണ് ആ അമ്മ പറയുന്നത്. 9ാമത്തെ ചോദ്യം സുഭാഷ് കുമാർ മണിയൻ്റെത്: നിങ്ങളിപ്പോഴും പെന്തക്കോസ് സഭയിൽ തന്നെയാണോ പോകുന്നത്? പെന്തക്കോസ് കൂട്ടായ്മയിൽ തന്നെയാണോ പോകുന്നത്, അല്ല വേറെ എവിടെയെങ്കിലും പോയോ എന്ന് ചോദിച്ചതിന് ആ അമ്മ പറയുന്നത് പെന്തക്കോസ്ത് സഭ എന്നൊരു സഭ ഇല്ല. പെന്തക്കോസ്ത് എന്നുള്ളത് തിരുവെഴുത്തിൽ പറയുന്ന ഒരു ആഘോഷ ദിവസത്തെ പറ്റിയുള്ളതാണ് പെന്തക്കോസ്ത് എന്നുള്ളത്. അത് 50ാം ദിവസത്തിലുള്ള ആഘോഷം, കൊയ്ത്ത് പെരുന്നാളിനെയാണ് പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി പെന്തക്കോസ്ത് എന്ന് പറയാതെ ദൈവത്തിൻ്റെ സഭ എന്ന് പറ എന്നൊരു ഉപദേശം കൂടി ആ അമ്മ സുഭാഷിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ സുഭാഷ് കുമാർ മണിയൻ്റെ അടുത്ത പരാതി എന്നുള്ളത്, റീന അലക്സ് ഏതെങ്കിലും ഒരു പാസ്റ്റർമാർ കുറ്റം ചെയ്തിട്ട് അത് എല്ലാ പാസ്റ്റർ തലയിലും കൊണ്ടുവച്ച് അവരെ അപമാനിക്കുന്നു, സമൂഹത്തിൽ അപമാനിക്കുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ ആ വീഡിയോ കണ്ട് പെന്തക്കോസ്തുകാർക്കുള്ള ഇമേജ് നഷ്ടപ്പെടുന്നു, മാന്യത, ബഹുമാനം എല്ലാം നഷ്ടപ്പെടുന്നു എന്നാണ് മണിയൻ്റെ അടുത്ത പരാതി. പറഞ്ഞ റീന അലക്സിൻ്റെ വീഡിയോ ഒരിക്കലും ഒരു പെന്തക്കോസ്ത് പാസ്റ്റർമാരെയും അപമാനിക്കുന്നില്ല. അവൾ അപമാനിക്കുന്നത്, അല്ലെ അവരെ ഉപദേശിക്കുന്നത്, പാവപ്പെട്ട വിശ്വാസികളുടെ അധ്വാനിക്കുന്ന കാശിനെ ദശാംശം എന്ന പേരിൽ കൊള്ളയടിക്കുന്ന പെന്തക്കോസ്ത് പാസ്റ്റർമാർക്കെതിരെ മാത്രമാണ് അവൾ സംസാരിക്കുന്നത്. അതല്ലാതെ മാന്യമായ രീതിയിൽ ജീവിക്കുന്ന പെന്തക്കോസ്ത് പാസ്റ്റർമാരെ, പാവപ്പെട്ട വിശ്വാസികളെ ദശാംശം, സ്വോത്രക്കാഴ്ച, പിരിവ് എന്നൊക്കെ പറഞ്ഞ് കബളിപ്പിക്കാത്ത പാസ്റ്റർമാരെ റീന അലക്സ് അപമാനിക്കുന്നില്ല എന്നാണ് അവിടെയും പറയുന്നത്. അപ്പോൾ സുഭാഷ് കുമാർ മണിയൻ പറയാണ്, ഏതെങ്കിലും ഒരു പാസ്റ്റർ കുറ്റം ചെയ്തിട്ട് അത് എല്ലാ പാസ്റ്ററേയും ചേർത്ത് പൊതുവായി പാസ്റ്റർമാർ, പെന്തക്കോസ്ത് പാസ്റ്റർമാർ എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ആ അമ്മയുടെ മറുപടി ഇങ്ങനെയാണ്: അങ്ങനെയെങ്കിൽ നിനക്ക് കുറ്റമില്ലാത്ത ഒരു പാസ്റ്ററെ കാണിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോൾ സുഭാഷ് കുമാർ മണിയന് ഉത്തരമില്ല. പണ്ട് യേശുവിൻ്റെ ശുശ്രൂഷ കാലയളവിൽ ഒരു വ്യഭിചാരിയായ സ്ത്രീയെ അവിടുത്തെ ജനസമൂഹം പിടിച്ച് യേശുവിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട്, ഇവൾ വ്യഭിചാരം ചെയ്തിരിക്കുന്നു, ന്യായപ്രമാണ പ്രകാരം ഇവളെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ യേശു അവരുടെ ഉത്തരം പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ. ഇത് യേശു പറഞ്ഞ വചനം കേട്ട് പലരുടെ ഉള്ളിലും ഹൃദയത്തിൽ ഒരു കുത്തുകൊണ്ട്, അത് ശരിയാണല്ലോ, ഞാനും പാപം ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം ന്യായപ്രമാണത്തിൽ ദൈവം കൽപ്പിക്കുന്നത് ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യുന്നതും ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കുന്നതുമാണ് പാപം. അങ്ങനെ അനേകം പാപങ്ങൾ ചെയ്തിരിക്കുന്ന ഞാൻ
ഈ ഒരു വ്യഭിചാരം ചെയ്ത സ്ത്രീയെ കല്ലെറിയുവാൻ എനിക്ക് എന്ത് യോഗ്യതയാണെന്ന് അവൻ്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവൻ ആ ഇറിയാൻ എടുത്ത കല്ല് ഉപേക്ഷിച്ച് മടങ്ങിപ്പോയി എന്നാണ് അവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ അമ്മ ഈ സുഭാഷ് കുമാർ മണിയോട് ചോദിക്കുന്നത്, നിനക്ക് ഒരു പാസ്റ്ററെ ചൂണ്ടിക്കാണിച്ചു തരാമോ കള്ളനല്ലാത്തവൻ, കുറ്റമില്ലാത്തവൻ, പാപമില്ലാത്തവൻ എന്ന്? സുഭാഷ് കുമാർ മണിന് പറയാമായിരുന്നു, ഞാനുണ്ട്, ഞാൻ അങ്ങനെയെന്ന് അതുപോലും പറയുവാനുള്ള ഒരു യോഗ്യത സുഭാഷ് കുമാർ മണിയന് ഇല്ലാതെ പോയി. സുഭാഷ് കുമാർ മണിയന്റെ അവസാനത്തെ ചോദ്യവും അതിന് ആ റീന അലക്സിന്റെ അമ്മ കൊടുത്ത മറുപടിയും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിനെപ്പറ്റിയും എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. സുഭാഷ് കുമാർ മണിയൻ റീന അമ്മയോട് ചോദിക്കുകയാണ്, റീന അലക്സ് പെന്തക്കോസ്തുകാരുടെ അന്യഭാഷയെ പരിഹസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ പറഞ്ഞു, റീന അലക്സ് ഒരിക്കലും അന്യഭാഷയെ പരിഹസിക്കാറില്ല, പക്ഷെ പെന്തക്കോസ്തുകാരുടെ വ്യാജ അന്യഭാഷയെ പരിഹസിക്കുന്നു എന്ന് പറയുന്നു. റീന അലക്സ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുകയും അനേകം അന്യഭാഷ കിട്ടിയും എന്നുമാണ് ആ അമ്മ പറയുന്നത്. റീന അലക്സിന്റെ അമ്മയോട് എല്ലാ കാര്യങ്ങൾക്കും ഞാൻ അനുകൂലമായ അഭിപ്രായം പറഞ്ഞെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഞാൻ റീന അലക്സിന്റെ അമ്മയോട് വിയോജിക്കുന്നു. പെന്തക്കോസ്തുകാർക്ക് എങ്ങനെയാണ് വേദപുസ്തകത്തിൽ പറയുന്ന അന്യഭാഷ എന്ന കൃപാവരം ലഭിക്കുന്നത്? അന്യഭാഷ എന്നുള്ളത് കൃപാവരമാണ്, അത് പ്രവചനത്തിന്റെ വരമാണ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഈ അന്യഭാഷ ലഭിക്കണമെങ്കിൽ അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കണം. പെന്തക്കോസ്ത് സഭ ഏത് സഭയായാലും, വിവാഹം കഴിക്കാത്ത പാസ്റ്റർമാരുള്ള TPM ആയാലും, വിവാഹം കഴിക്കുന്ന പാസ്റ്റർമാരുള്ള അനേകം എണ്ണിയാൽ തീരാത്ത പെന്തക്കോസ്ത് സഭയിലെ പാസ്റ്റർമാർക്കും അല്ലാതെ വിശ്വാസികൾക്കും എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കണമെങ്കിൽ യേശു പറഞ്ഞ വചനങ്ങൾ അനുസരിക്കുന്നവർക്ക് മാത്രമാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുന്നത്. യേശുവിന്റെ കൽപ്പനകൾ പ്രമാണിക്കുമ്പോൾ ആ വ്യക്തിയോട് ദൈവത്തിന് പ്രസാദം തോന്നുകയും തന്റെ ആത്മാവിനെ ദൈവം കൊടുക്കുകയും ചെയ്യും എന്നാണ് വചനം പറയുന്നത്. പെന്തക്കോസ്തുകാർ അനുസരിക്കുന്ന ദൈവവചനം ഏതാണ്? പെന്തക്കോസ്തുകാര് ന്യായപ്രമാണത്തിൽ പറയുന്ന വചനങ്ങൾ ഏതെങ്കിലും അനുസരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന് ശേഷം അനേകം പ്രവാചകന്മാരോട് സംസാരിച്ച വചനങ്ങൾ ഏതെങ്കിലും പെന്തക്കോസ്തുകാർ അനുസരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ന്യായപ്രമാണത്തിനും പ്രവാചകന്മാർക്ക് മുമ്പുള്ള കൽപ്പനകൾ ഏതെങ്കിലും പെന്തക്കോസ്തുകാർ അനുസരിക്കുന്നുണ്ടോ? പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ അവസാനത്തെ പ്രവാചകനായ യോഹന്നാൻ സംസാരിച്ച ഏതെങ്കിലും ഒരു കൽപ്പന പെന്തക്കോസ്തുകാർ അനുസരിക്കുന്നുണ്ടോ? യേശു പറഞ്ഞ കൽപ്പനകൾ ഏതെങ്കിലും അനുസരിക്കുന്നുണ്ടോ? യേശുവിന് ശേഷം അപ്പോസ്തലന്മാർ സംസാരിച്ച കൽപ്പനകൾ ഏതെങ്കിലും പെന്തക്കോസ്തുകാർ അനുസരിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ അവർക്ക് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുന്നത്? അപ്പോൾ റീന അലക്സ് പെന്തക്കോസ്ത് സഭയിൽ തന്നെയാണ് ആ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പോയിട്ടുള്ളത്. അപ്പോൾ ആ വിവാഹം കഴിക്കുന്നതിന് മുമ്പാണ് റീന അലക്സ് സ്നാനപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുകയും ചെയ്തു എന്ന് റീന അലക്സിന്റെ അമ്മ പറയുന്നത്. ഇത് തീർത്തും തെറ്റായ കാര്യമാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണമെങ്കിൽ യേശു പറഞ്ഞ കൽപ്പനകൾ പ്രമാണിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്, ദൈവ കൽപ്പനയാണ്. അല്ലാത്തവർക്ക് ആർക്കും പരിശുദ്ധാത്മ അഭിഷേകം ലഭിച്ചതായി തിരുവെഴുത്തിൽ രേഖയില്ല. അപ്പോസ്തല പ്രവൃത്തികളിൽ പെന്തക്കോസ്ത് നാളിൽ അനേകം പേരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു എന്ന് എഴുതി കാണുന്നു. പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാര് സംസാരിച്ച വചനങ്ങൾ വിശ്വസിക്കുന്നവരിൽ മാത്രമാണ് ആ പരിശുദ്ധാത്മാവ് വന്നത്. അവർ ആ വചനത്തെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു എന്ന് ദൈവം ഉള്ളുകൊണ്ട് അറിഞ്ഞ് ദൈവം ആ വ്യക്തിയിൽ പ്രസാദിച്ച് അവരിൽ മേലാണ് ദൈവത്തിന്റെ ആത്മാവിനെ പകർന്നത്. പെന്തക്കോസ്ത് സഭ എന്നുള്ളതേ ദൈവവചനത്തിന് എതിരായിട്ടുള്ളൊരു സഭയാണ്. ദൈവം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യരുത് എന്ന് ഉപദേശിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനും ഉപദേശിക്കുന്ന ഒരു സഭയാണ് പെന്തക്കോസ്ത് സഭ. എൻ്റെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും പെന്തക്കോസ്തുകാർക്ക് ഈ വചനം കേട്ട് ഈ ആക്ഷേപം കേട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ വിഷമം തോന്നുന്നെങ്കിൽ അത് തോന്നണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അങ്ങനെ തോന്നിയാലേ ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾ തിരുവെഴുത്തെടുത്ത് പഠിക്കുകയുള്ളൂ. ആ തിരുവെഴുത്തിൽ ദൈവം ചെയ്യണം എന്ന് പറഞ്ഞ എന്തെങ്കിലും കൽപ്പനകൾ
പെന്തക്കോസുകാർ ചെയ്യുന്നുണ്ടോ എന്ന് സ്വയം പഠിക്കുക. ഇനി ചെയ്യരുത് എന്ന് പറഞ്ഞ എന്തെങ്കിലും കൽപ്പനകൾ പെന്തക്കോസുകാർ ചെയ്യുന്നുണ്ടോ എന്ന് പഠിക്കണം. എന്ന് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയുള്ളൂ. നിങ്ങൾക്കൊരു മാനസാന്തരം ഉണ്ടാകുകയുള്ളൂ. നിങ്ങൾ ദൈവത്തിൻ്റെ ശരിയായ വഴിയിലേക്ക് കടന്നു വരികയുള്ളൂ. എൻ്റെ വീഡിയോ ഇതുവരെ കേട്ട എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. അടുത്ത ഒരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ബൈ.